പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്ന കാര്യം എന്താ? നമുക്കറിയാം, പാർലമെന്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾക്കിടയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചതും നമ്മൾ അത് പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ട് വളരെ ചർച്ച ചെയ്യുന്ന, അതായത് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒന്നുകൂടിയാണ് പുതിയ തൊഴിലുറപ്പ് നിയമങ്ങളും പുതിയ ചട്ടങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പേര് തന്നെ, കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ആ ഒരു പദ്ധതിയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെ പേരിനെ സംബന്ധിച്ചതാണ്. അതുപോലെ തന്നെ ബാക്കി കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതുവരെ 100% കേന്ദ്ര ഫണ്ടിങ് ആയിരുന്നത്, അല്ലെങ്കിൽ 90% കേന്ദ്ര ഫണ്ടിങ് ആയിരുന്നത് സംസ്ഥാനങ്ങളുടെ ചുമതലയിൽ കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാരം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ ആക്ഷേപങ്ങൾ ഇങ്ങനെ നീളുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, പദ്ധതി നമുക്കറിയാം. നേരത്തെ പദ്ധതിയുടെ പേരെന്താ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്, അല്ലെ? ഗ്യാരണ്ടി ആക്ട് ആണ്. MGNREGA എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന 2005 കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമുക്കറിയാം. ആന്ധ്രാപ്രദേശില് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ ലോകം മുഴുവൻ, നമ്മുടെ രാജ്യം മുഴുവൻ ഈ ഒരു പദ്ധതിയിൽ ഒരുപാട് പേര് ഉപജീവന മാർഗമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദുർബല ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതിയാണ്. ഒരു തൊഴിൽ നൽകിക്കൊണ്ട്, ദുർബല ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു ഏത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പൊ മാറ്റം വരാൻ പോകുന്നത്. മാറ്റങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ പുതിയ പദ്ധതിയുടെ പേരെന്താ? പുതിയ പദ്ധതിയുടെ പേരാണ് VBG റാംജി എന്നാണ് അതിന്റെ പേര്. അപ്പം വി എന്താ? വികസിത് ഭാരത് എന്നുള്ളതാണ്. വികസിത് ഭാരത് എന്നുള്ളതാണ് VB. വികസിത് ഭാരത്, VB, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ VBG, ഗ്യാരണ്ടി, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ, അങ്ങനെയാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടാൻ പോകുന്നത്. അപ്പം VBG റാംജി, റോസ്കാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് VBG റാംജി ഗ്രാമീൺ എന്നാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടാൻ ഇനി പോകുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, പദ്ധതിയുടെ പേരെന്താ? വികസിത ഭാരത ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് VBG റാംജിയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം, കേന്ദ്രത്തിന്റെ അവകാശവാദം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, VBG റാംജി നിയമം 2025 കേന്ദ്രം പറയുന്നത് എന്താണ്? കേന്ദ്രം എന്താണ് ലക്ഷ്യം വെക്കുന്നത്? കേന്ദ്ര സർക്കാർ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാനുള്ള പദ്ധതി എന്നാണ് ആര് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. എന്താണ്? 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാനുള്ള പദ്ധതിയായിട്ടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ VBG റാംജി എന്ന പദ്ധതിയിലേക്ക് മാറ്റുമ്പോൾ 2047 വികസിത ഭാരതമാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ഓക്കെ, അപ്പോ പുതിയ ബില്ല് വരുമ്പോൾ ആ ബില്ലില് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ എതിർപ്പ് അറിയിക്കുന്നത് എന്തുകൊണ്ടാ? ഫണ്ടിങ്ങിന്റെ പ്രശ്നം കൊണ്ടാ. എന്താണ് ഫണ്ടിങ്ങിന്റെ പ്രശ്നം? നോക്കിയേ, കേന്ദ്ര വിഹിതം 90% നിന്നും 60% ചുരുക്കി. അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, മുൻകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്ക് 10% മാത്രം ധനം ഈ ഒരു മേഖലയിൽ കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പോ 40% മാറി. അപ്പോ 40% മാറുമ്പോൾ സ്വാഭാവികമായും
സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ചുമതലയിൽ കൂടി എന്ത് വരും, ഈ ഒരു പദ്ധതിയുടെ ഭാരം വരികയാണ്. ഓക്കെ, അപ്പോ 60% ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകും, 40% ഫണ്ട് അതത് സംസ്ഥാന ഗവൺമെന്റുകൾ നൽകണം അല്ലെങ്കിൽ കണ്ടെത്തണം, അധികമായി കണ്ടെത്തണം. അപ്പോ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതി ഇനി നടത്തി പോവാൻ വേണ്ടിയിട്ട് ഒരു വർഷം 2500 കോടി രൂപയെങ്കിലും അധികമായി കണ്ടെത്തേണ്ടി വരും എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. അധികം വരുന്ന ഫണ്ട് ആര് കണ്ടെത്തേണ്ടി വരും? സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തേണ്ടി വരും. അത് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. 125 ദിവസം തൊഴിൽ ദിനം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പദ്ധതിയിൽ. പക്ഷെ സംസ്ഥാന സർക്കാരുകൾ അധികം ഫണ്ട് കണ്ടെത്തിയില്ലെങ്കിൽ ഈ പദ്ധതി തന്നെ ഇല്ലാതായി പോകുമോ എന്ന് ഭയപ്പെടുന്ന സാധാരണക്കാരൻ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, കേന്ദ്ര വിഹിതം 90% നിന്നും 60% ചുരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നമുക്കറിയാം, സംസ്ഥാന സർക്കാരുകൾ 10% അവരുടെ സംസ്ഥാന വിഹിതം എത്രയായി? 40% അപ്പം അധികം 30% കൂടി സംസ്ഥാന സർക്കാരിന് ഈ ഒരു മേഖലയിൽ ഈ ഒരു പദ്ധതി പ്രകാരം കണ്ടെത്തേണ്ടി വരും. അതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. കേരളം പോലൊരു ചെറിയ സ്റ്റേറ്റിൽ 2500 കോടിയെങ്കിലും ഒരു വർഷം അധികമായി കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രം വഹിക്കും. അപ്പോ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ 100% ഈ പദ്ധതിയുടെ ചിലവ് ആര് വഹിക്കും? കേന്ദ്ര ഗവൺമെന്റ് തന്നെ വഹിക്കും. തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ഉയർത്തും. അപ്പോ ഈ 100-ൽ നിന്ന് 125 ഉയർത്തുന്നതിൽ ബില്ലിൽ ഇങ്ങനൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രാക്ടിക്കൽ ആകുമോ അല്ലെങ്കിൽ പ്രായോഗികമാകുമോ എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം ഈ ഒരു പദ്ധതി അധികം ചെലവാണ്, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. അധികം പൈസ കണ്ടെത്തേണ്ടി വരും. അപ്പോ ഈ പദ്ധതി മുടങ്ങിപ്പോകുമോ? സംസ്ഥാന സർക്കാരുകൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ഒരു ഉഷാറില്ലാത്ത നടപടി സ്വീകരിച്ചാൽ എന്ത് പറ്റും? ഈ പറഞ്ഞ 100 തൊഴിൽ ദിനം പോലും നൽകാൻ കഴിഞ്ഞെന്ന് ചിലപ്പോൾ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് 40% സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ഈ പദ്ധതി തന്നെ എന്ത് ചെയ്യപ്പെടും? അവതാളത്തിലായി പോകും എന്നുള്ള കാര്യമാണ് ഇപ്പൊ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബില്ലിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കൂലി ഒരാഴ്ചക്കുള്ളിൽ നൽകണം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം സർക്കാർ നൽകേണ്ടി വരും. അപ്പം തൊഴിലാളികൾക്ക് കൂലി ഒരാഴ്ചക്കുള്ളിൽ നൽകണം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ആര് നൽകേണ്ടി വരും? സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ടി വരുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ബില്ലിൽ പറയുന്നത്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രം ജോലി എന്ന രീതിയിലേക്ക് ഈ പദ്ധതി ചുരുങ്ങിപ്പോയാൽ എന്തുണ്ടാവും ഭാവിയിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വിളവ് സമയത്ത് തൊഴിൽ അനുവദിക്കില്ല. അതായത് കൃഷി സാധനങ്ങളുടെ വിളവെടുപ്പ് സമയങ്ങളിൽ ജോലി അനുവദിക്കില്ല. അതിനെ ഒരു ജോലി എന്ന ഒരു രീതിയിൽ നിന്ന്, ആ ഒരു പട്ടികയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പുറത്താക്കിയിട്ടുണ്ട്. അപ്പം വിളവെടുപ്പ് സമയത്ത് നേരത്തെ കർഷകരുടെയൊക്കെ വിളവെടുപ്പ് സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? ആ ഒരു ജോലിയെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂലി ജനങ്ങൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവത്തില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്ന ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നിടത്ത് മാത്രമാണ് ഇനി എന്ത് വരാൻ പോകുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലി വരാൻ പോകുന്നത്. അപ്പൊ തൊഴിൽ മേഖലകൾ കേന്ദ്രം തീരുമാനിക്കും കേട്ടോ. അപ്പൊ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് തൊഴിൽ മേഖലകൾ എന്ന് കേന്ദ്രം തീരുമാനിക്കും. വിളവെടുപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ അങ്ങനെ ഒരു സംഭവം തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ബില്ലിലെ വ്യവസ്ഥകളിൽ 4 തൊഴിൽ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ ബില്ലിലെ വ്യവസ്ഥകളെ സംബന്ധിച്ച്? ഇതിനെ 4 തൊഴിൽ മേഖല, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ 4 തൊഴിൽ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങള്, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങള്, പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കൽ എന്നിങ്ങനെ 4 തരത്തിൽ ഈ ഒരു തൊഴിൽ മേഖലകളെ 4ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പരിധിയിൽ ഈ 4 ജോലികളുടെ പരിധി, ഈ 4 തൊഴിൽ മേഖലകളുടെ പരിധിയിൽ വരുന്ന ജോലികൾ മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ. അതേ മാത്രമേ എന്തിൽ ഉൾപ്പെടുത്തത്തുള്ളൂ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നറിയപ്പെട്ടിരുന്ന VBG റാംജിയിൽ ഇനി മുതൽ ഉൾപ്പെടുത്തത്തുള്ളൂ എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, തൊഴിലുറപ്പ് വേതനത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം കിട്ടുന്ന സംസ്ഥാനം ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്?
നോക്കിയേ, ഹരിയാനയല്ലേ, ഹരിയാനയിലാണ് 400 രൂപയാണ് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ആന്ധ്രാപ്രദേശിന് 307 ആണുള്ളത്, തെലങ്കാനയ്ക്ക് 307 രൂപയാണുള്ളത്. അതുപോലെ തന്നെ ഗുജറാത്ത് നോക്കിയേ, ഗുജറാത്തിൽ എത്ര രൂപയാണ് കൂലി? ഗുജറാത്തിൽ 288 ആണ് കൂലി വരുന്നത്. ഉത്തർപ്രദേശിലെ കൂലി എത്ര? 252 ആണ്. മഹാരാഷ്ട്രയിൽ 312 ആണ്. അപ്പൊ കേരളം എത്ര? കേരളത്തിൽ 369 ആണ് കേട്ടോ. കേരളത്തിലെ കൂലി 369 ആണ്. കർണാടകയിൽ എത്രയാ? കർണാടകയിലെ 370 ആണ്. കർണാടകയിലെ കൂലി വരുമ്പം 370 ആണ്. 370 ആണ്. തമിഴ്നാട്ടിൽ എത്ര വരും? തമിഴ്നാട്ടിൽ 339 ആണ് കേട്ടോ. തമിഴ്നാട്ടിൽ 339 രൂപയാണ് കൂലി വരുന്നത്. 339 രൂപയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കൂലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് VBG റാംജി, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജിലോട്ട് മാറുമ്പോഴുള്ള മാറ്റങ്ങൾ ഇവയാണ്. ഈ മാറ്റങ്ങളുടെ കോലാഹലമാണ് പാർലമെന്റിൽ അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെയൊക്കെ മറികടന്നിട്ടാണ് ബില്ല് പാസ്സായിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്ക്, ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ തുടക്കമിടുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊക്കെ തുടക്കമിടുന്ന ഒരു ബില്ല് കൂടി ആവാൻ സാധ്യതയുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബില്ല്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബില്ലിനകത്തിൽ പരാമർശിക്കുന്നത്, ചേഞ്ചസ് വരുന്നത്, മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് പരീക്ഷകൾക്കൊക്കെ ചോദിക്കും, വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ്, ആനുകാലിക വിവരങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. മാസ്റ്റർ കെ അക്കാഡമിയുടെ ടെലഗ്രാം ചാനൽ സ്ഥിരമായി ആനുകാലിക വിവരങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ PDF നോട്ടുകൾ വരുന്നുണ്ട്, പോൾസ് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു.